ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 33 സ്റ്റഡീസ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള 6ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബോട്ടണിയാണ്. ബോട്ടണി മാത്രം പഠിക്കുന്നത്. നമ്മൾ മോഡൽ പരീക്ഷേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിൽ 2-3 ദിവസം എടുത്തിട്ട് അതിൻ്റെ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുത്തിനെ അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. അത് ഞാനിപ്പോൾ എഴുതി വെച്ചത് 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് എന്തായാലും പഠിക്കണം. അപ്പോൾ അതങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ട്രാൻസ്ഡക്ഷൻ, പിന്നെ ബയോളജിക്കൽ കൺട്രോള്, പിന്നെ ക്ലോറോസിസും നെക്രോസിസും തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെയാണ്. 3 മാർക്കിൻ്റെയാണ് എല്ലാം, 3 ഓക്കെ. അപ്പോൾ തുടങ്ങാം, നമുക്ക് വായിക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മളങ്ങനെ 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. തലയിലുണ്ടെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞു നോക്കാം. ട്രാൻസ്ഡക്ഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ദി ട്രാൻസ്ഫർ ഓഫ് എ പാർട്ട് ഓഫ് ദി ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയം ടു അനദർ ത്രൂ എ ബാക്ടീരിയോഫേജ്. പിന്നെ in other words, it is the virus mediated bacterial gene transfer. Transduction is commonly used in genetic engineering for inserting foreign DNA into the host cell. അതും ഓർമ്മയുണ്ട്. പിന്നെ ബയോളജിക്കൽ കൺട്രോൾ കുറച്ചുകൂടി റെഡി ആയിട്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ക്ലോറോസിസ് എന്ന് പറഞ്ഞത്, ക്ലോറോസിസ് ഇസ് ദി അബ്നോർമൽ yellowing and mottling of leaves due to a fall in chlorophyll production to below the normal, while necrosis is the ഡെത്ത് ഓഫ് 1 or more സെൽസ്, അല്ലെങ്കിൽ ഒരു സ്മോൾ പാർട്ടിനെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇവൻ വെൻ ദി പ്ലാന്റ് സ്റ്റിൽ ലൈവ് ആണെങ്കിൽ. പിന്നെ ഇറ്റ് ഈസ് കോമൺ ഇൻ ദി മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് ഓഫ് എഫക്റ്റ് ഓഫ് പ്ലാന്റ് ഡിസീസസ് ആൻഡ് ഈസ് എ കോമൺ സിംറ്റം ഓഫ് ഫംഗൽ ഡിസീസസ്. അതായത് ഫംഗൽ ഡിസീസിൻ്റെ കോമൺ സിംറ്റം ആണിത്. ഓക്കെ, യെലോയിങ്ങോ മോട്ട്ലിങ്ങോ. അപ്പം നമ്മൾ ഇന്നത്തെ 6ാം ദിവസം വീഡിയോ അവസാനിക്കുകയാണ്. 7ാം ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.